ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് മുഖക്കുരു വന്നത്, അതേപോലെ തന്നെ മുഖക്കുരുള്ള പാടുകൾ. അപ്പോൾ മുഖക്കുരു ഉള്ളവർക്കും മുഖക്കുരു വന്നു പോയ പാട് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാട്, കരിവാളിപ്പ് എല്ലാം മാറിയിട്ട് മുഖത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിക്കാനും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാനും മുഖക്കുരു പോകാനും മുഖക്കുരു വന്ന പാടുകൾ വരെ പോകാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് എല്ലാവരുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഐസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീരുണ്ടല്ലോ, ചെറുനാരങ്ങ നീര് ഇതുപോലുള്ള ഐസ് ട്രേ, നിങ്ങളുടെ വീട്ടിൽ ഐസ് ട്രേ ഉണ്ടെങ്കിൽ ഐസ് ട്രേയിൽ ഇതേപോലെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് വെക്കുക. അതായത് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഐസാക്കി എടുക്കണം. ഈ ഒരു ഐസ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ മുഖം ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ മുഖക്കുരുള്ളവർക്ക് പിന്നെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ മുഖക്കുരുള്ളവർ ഈ ഒരു ഐസ് ക്യൂബ് നിങ്ങളെ മുഖത്തുള്ള ആ കുരുള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഐസ് ട്രേ ഞാൻ ഐസാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പാക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി എടുക്കുക. 1 ടേബിൾ സ്പൂണ് കടലപ്പൊടിയിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പക്ഷേ പാക്കറ്റിൽ വരുന്ന കമ്പനി പ്രോഡക്റ്റിൽ ആ ടർമറിക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല. വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തുനിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം അതിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 സാധനം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ മുഖത്തേക്ക് ഇടേണ്ട പാക്ക്. അപ്പോൾ മുഖക്കുരുള്ളവർ ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഐസ് നിങ്ങൾ തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഈ പാക്ക് ഇടേണ്ടത്. ഇനി മുഖക്കുരു ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു ഐസിൻ്റെ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതും കൂടി ചെയ്യാനാണെങ്കിൽ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസായി പോകണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവ് തന്നെ എല്ലാം എടുത്തിട്ടുള്ള ആ ഒരൊത്ത കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അധികം ലൂസും അല്ല, എന്നാൽ പിന്നെ അധികം കട്ടിയുമല്ല. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് ആദ്യം നമ്മുടെ മുഖമെല്ലാം നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ് ഉണ്ടല്ലോ, ഐസ് ഇതാ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുക്കുക. അതായത് മുഖക്കുരു എല്ലാം ഉള്ളവരാണെങ്കിൽ മുഖക്കുരുവിൻ്റെ ആ കുരുമലി ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പാക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഐസ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ഒരു 2 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അതിനുശേഷമാണ് നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പാക്ക് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വരെ ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങളുടെ മുഖക്കുരു മാറാനും മുഖത്ത് കുരു വന്നിട്ട് പോയ കറുത്ത പാടുകൾ മാറാൻ, കരുവാളിപ്പ് മാറാൻ എല്ലാം സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മുഖത്ത് രോമ വളർച്ച ഉള്ളവർക്കെല്ലാം നല്ലൊരു പാക്ക് കൂടിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഈ ഒരു മസാജിങ്ങും നിങ്ങൾ 2 മിനിറ്റ് തന്നെ ചെയ്യുക കേട്ടോ. ഇനി ഞാനിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇതങ്ങ് കഴുകിക്കളി. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ മുഖത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു ഗ്ലോ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം നമ്മളെ മുഖത്തേക്ക് ഗ്ലോ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് വീണ്ടും മുഖത്തിനെ നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഈ മുഖക്കുരു ഉള്ളവർക്ക് മുഖക്കുരു മാറിയിട്ടുണ്ടെങ്കിലെല്ലാം ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റിൽ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.